കോൺഫിഡൻസിലാണ്, പ്രതീക്ഷയല്ല, ആത്മവിശ്വാസത്തിലാണ്. അപ്പോൾ പറഞ്ഞ പോലെയുള്ള ഒരു വിജയം നിലമ്പൂരിലുണ്ടാവും എന്ന് തന്നെയാണ് എല്ലാവരുടെയും വിലയിരുത്തൽ. അങ്ങനെ കണക്ക് പറയാൻ കഴിയില്ല. പക്ഷേ പിന്നെ പഞ്ചായത്ത് ബൂത്തുകളിൽ നിന്ന് UDF കമ്മിറ്റി ശേഖരിച്ച് തന്ന കണക്ക് അവിടെ UDFന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ട് എന്നുള്ളതാണ്. ഭരണവിരുദ്ധ വികാരമാണ് അവിടെ പ്രതിഫലിക്കുക എന്നുള്ളതാണ് താഴെ തട്ടിൽ നിന്ന് പോളിംഗ് ദിവസവും മറ്റുമൊക്കെ നോക്കിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. അതനുസരിച്ചാണെങ്കിൽ ഒരു നല്ല മെജോറിറ്റി ഉണ്ടാവണം. വീണ്ടും എന്നെ കൊണ്ട് നമ്പർ പറയിപ്പിക്കണ്ട, അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ അതുപോലെയൊക്കെ തന്നെയാണ് വീണ്ടും ആളുകൾ പറയുന്നത്, കണക്കൂട്ടിയിട്ടും പറയുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. അതിലധികമല്ല കുറയില്ല എന്ന് പറയുന്നവരും ഉണ്ട്. മനസ്സിലായില്ല? അപ്പോ സെമി ഫൈനൽ മത്സരമാണ് എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ്. ഇപ്പോഴും UDF അതിലേക്കുള്ള ഒരു കടമ്പയാണ് ഇതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ തന്നെയാണോ ഈ ഫലം വരാനിരിക്കുന്നത്? അല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞതൊന്നും പിന്നീട് മാറ്റി പറയാൻ കഴിയില്ലല്ലോ. മാസങ്ങൾ കഴിഞ്ഞ് വരുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിന്റെ റിസൾട്ട് അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. നമ്മൾ പറഞ്ഞത് വസ്തുതയാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ റിസൾട്ട് വെച്ച് വിലയിരുത്തുകയും ചെയ്യും. അതായത് പാർട്ടി നിങ്ങൾക്ക് പുറകോട്ട് തിരിഞ്ഞ് നോക്കിയാൽ അത് മനസ്സിലാവും. ഏത് തെരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് പാർട്ടി കൊടുത്താൽ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ചർച്ചയ്ക്കും ശേഷം പാർട്ടി പ്രസിഡന്റ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതുവരെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ നോക്കൂല. പിന്നെ മരിച്ച് ആ പാർട്ടി തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി ഇറങ്ങുക എന്നുള്ളത് പാർട്ടിയുടെ ഒരു പ്രത്യേകതയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലോ വടകരയോ ഞങ്ങൾക്കൊന്നും യാതൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. കണ്ണൂരാണെങ്കിലും പാലക്കാടാണെങ്കിലും ഒക്കെ അത് തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെ. നിൽക്കുന്ന മുന്നണിക്ക് വേണ്ടി യാതൊരുവിധ കളിയുമില്ലാതെ മുറിഞ്ഞിറങ്ങി ആ കമ്മിറ്റ്മെന്റ് പൂർത്തിയാക്കുക എന്നുള്ള ലീഗിന്റെ രീതി നിലമ്പൂരിലും ഞങ്ങൾ അങ്ങേയറ്റം ആത്മാർത്ഥമായി പുറത്തെടുത്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എല്ലായ്പ്പോഴും ഞങ്ങളുടെ ഒരു രീതി അത് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിന് വേണ്ടി ഞങ്ങൾ കാര്യമായി ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് തൊട്ട് അഖിലേന്ത്യാ സംസ്ഥാന നേതാക്കളൊക്കെ വളരെ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറിമാർ, സംസ്ഥാന സെക്രട്ടറിമാർ, അതുപോലെ തന്നെ MLA-മാർ, അവർക്കൊക്കെ ഞങ്ങൾ ചാർജ് കൊടുത്തിരുന്നു. മറ്റൊരു മന്ത്രിമാർക്ക് ചാർജ് കൊടുത്തിരുന്നു. ഞങ്ങളെ അടുത്തുള്ളത് വെച്ച് ഞങ്ങളും നല്ല നോട്ടം നോക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫലം ഉണ്ടാവും എന്ന് തന്നെയാണ് KPCC പ്രസിഡന്റ് പറഞ്ഞത്. കറക്റ്റാണ്. അവിടെ കോൺഗ്രസും ലീഗും UDF ഒറ്റക്കെട്ടായി നിന്ന് നല്ല ജോലി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് നടന്ന ഡിബേറ്റോ ചർച്ചകളോ ഒന്നും അതൊക്കെ അതിന് മുമ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് വന്നാൽ പിന്നെ ഒറ്റ നോട്ടേ ഉള്ളൂ, ഇലക്ഷൻ ജയിക്കണം, അത്രേ ഉള്ളൂ. അതവരുടെ തെറ്റിദ്ധാരണയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലീഗിനെ അറിയാത്തതുകൊണ്ടാണ്. ഇതിലും വിപരീതമായ സാഹചര്യത്തിലൊന്നും
ഞങ്ങളെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയം വേറെ, അതിനാധാരമായി അതിന് മുമ്പുള്ള വിഷയങ്ങളൊക്കെ വേറെ. നിൽക്കുന്ന മുന്നണിക്ക് വേണ്ടി യാതൊരുവിധ കളിയും ഇല്ലാതെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുകയാണ്, ശുഭപ്രതീക്ഷ വെക്കുകയാണ്. UDF തരംഗം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്.